ഗൈസ്, നമ്മളിപ്പോൾ എന്താണ് സർപ്രൈസ് ആർക്കാ കൊടുക്കാൻ പോണത്? ജിഷാനിയുടെ ബർത്ത്ഡേക്ക് നമ്മൾ സർപ്രൈസ് ആയിട്ട് കേക്ക് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ ഗൈസ്, ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിച്ച് ദൃശ്യൻ്റെ ഫ്ലാറ്റിലോട്ട് പോവുകയാണ്. അവരൊരു ഫ്ലാറ്റിലാണ് താമസം. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിച്ച് പോവാൻ റെഡിയായി. ഇക്കാൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പോവാൻ നിൽക്കുന്നത്. ഇവമോളുടെ കാര്യമാണെങ്കിൽ പറയാൻ വയ്യ. കാരണം എന്താ വെച്ചാൽ അവൾക്ക് ഭയങ്കര സന്തോഷമാണ് അവരുടെ അടുത്തേക്ക് പോവാന്ന് വെച്ചാൽ. അവർ ഇങ്ങോട്ട് വന്നാലും അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകും. അങ്ങനെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. മോസ്റ്റ്ലി അവർ ഇങ്ങോട്ടാണ് വരല്, വീട്ടിലോട്ടാണ് വരല്. പക്ഷെ ഞങ്ങൾ ഇന്നിപ്പോൾ ബർത്ത്ഡേ സർപ്രൈസും കൂടി കൊടുക്കാൻ വേണ്ടി പോകണമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഫ്ലാറ്റിലോട്ടാണ് പോണത്. അപ്പോൾ അവളുടെ ഫ്രണ്ടും കൂടി ഉള്ളത് കൊണ്ട് അവൾക്ക് അവിടെ നിന്ന് വിളിച്ചാൽ അവൾ പിന്നെ തീരെ വരാറില്ല. അപ്പോൾ അവിടെ പോയപ്പോൾ പൂമ്പാറ്റ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇവമോളിനെ. അങ്ങനെ പൂമ്പാറ്റയും ഇവമോളും കൂടിയിട്ടാണ് ദൃശ്യക്ക് കേക്ക് കൊടുക്കാൻ വേണ്ടി പോയത്. അങ്ങനെ കേക്കൊക്കെ കൊടുത്തപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടാ. സത്യം പറഞ്ഞാൽ അവളുടെ ബർത്ത്ഡേയിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു സർപ്രൈസ് ആയിട്ട് കേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വന്നത് തന്നെ. കാരണം ഇതുവരെ ഞങ്ങൾ ഇങ്ങനൊന്നും ചെയ്തിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ അവർക്കും ഒരു സർപ്രൈസ് കിട്ടിയപ്പോൾ അവളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ പിന്നെ ഇവമോള് പൂമ്പാറ്റനെ കിട്ടിയപ്പോൾ പിന്നെ ഒന്നും പറയണ്ടല്ലോ. പിന്നെ ദേവേട്ടനാണ് കയ്യിൽ വെച്ചിട്ട് മുറിച്ചതൊക്കെ ചെയ്തത്. അവർ നല്ല സ്നേഹമുള്ള മാതൃക ഭാര്യയും ഭർത്താവുമാണ് അവർ. അങ്ങനെ അവർ കേക്ക് മുറി തുടങ്ങി. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്തു. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ തൃശ്ശൂർ അശ്വിനി ജംഗ്ഷൻ്റെ അവിടെയുള്ള ഒരു കേക്ക് ബേക്കറിൻ്റെ നിന്നാണ് ഇത് വാങ്ങിച്ചത്. സത്യം പറഞ്ഞാൽ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല ഷോപ്പിൻ്റെ. ഞാൻ നോക്കിയിട്ട് പറയാം. നല്ല ഫ്ലേവറായിരുന്നു. ആദ്യമായിട്ട് വാങ്ങിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. അത് എങ്ങനത്തെ നന്നാവുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ രസമുണ്ടായിരുന്നു. നട്ടി ബബിൾ ഫ്ലേവറാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഒരു കുത്തലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞപ്പോൾ ഇവമോൾക്കും പൂമ്പാറ്റയും കേക്കിൻ്റെ അട്ടപ്പെട്ടി വെച്ചിട്ട് എന്തൊക്കെയോ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവരുടെ സന്തോഷം അവർ കാണിക്കുകയാണ്. പിന്നെ അവർ കേക്ക് കഴിക്കുന്നുണ്ടായിരുന്നു. ഇവമോൾക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അവൾ നന്നായി കഴിക്കുന്നുണ്ടായിരുന്നു. പൂമ്പാറ്റയ്ക്കും കേക്ക് ഇഷ്ടമില്ലായ്മയല്ല, പക്ഷെ അവളുടെ വയറ് ഫുള്ളായതുകൊണ്ട് അവൾ കേക്ക് കേക്ക് കഴിക്കുന്നത് കുറച്ച് സ്ലോ ആണ്. പിന്നെ ഇവരെന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇവർ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തിയില്ല, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പിന്നെ ദൃശ്യൻ്റെ ബർത്ത്ഡേ പാർട്ടി ആയതുകൊണ്ട് തന്നെ അവർ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ബിരിയാണിയും ബ്രോസ്റ്റഡൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഞാൻ ബ്രോസ്റ്റഡ് കഴിക്കില്ല, അതുപോലെ തന്നെ ദേവേട്ടനും ബ്രോസ്റ്റഡ് കഴിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ബിരിയാണി ഓർഡർ ചെയ്തു. അവരൊക്കെ ബ്രോസ്റ്റഡ് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ താഴെ ഇരുന്ന് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണതൊക്കെ വേറൊരു വൈബാണെന്ന് തന്നെ പറയാം. കാരണം നമുക്കുള്ള ആ ഒരു കംഫർട്ട് സോണിൽ മാത്രം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു സംസാരിച്ച് നമ്മൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളൊരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള മൈൻഡാണ് നമ്മുടെ വരിക. സത്യം പറഞ്ഞാൽ ഇവരിനെ ഞങ്ങൾ ദിവസം കാണലുണ്ട്, ഞങ്ങൾ ദിവസം സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ എന്താണ് ഇത്രത്തോളം സംസാരിക്കണമെന്ന് അറിയില്ല. ഇവർ വന്നു കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ അവരുടെ ഫ്ലാറ്റിലേക്ക് പോയാലും അതുപോലെ തന്നെ ഇവർ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നാലും ഞങ്ങൾ അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ കുറേ തമാശകളായിരിക്കും പറയണത്. പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുക. പക്ഷെ അതിങ്ങനെ പറഞ്ഞ് നമുക്കുള്ള ഒരു നമ്മുടെ ടെൻഷനോ നമുക്കുള്ള സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവർ വന്നു കഴിഞ്ഞാൽ തന്നെ അത് മോസ്റ്റ്ലി എല്ലാം മാറിയിട്ടുണ്ടാവും. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് പാട്ടും ഡാൻസൊക്കെ ആയി. പാറൂസ് എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു, അവളുടെ ഓരോ സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ടായിരുന്നു.
പിന്നെ പൂമ്പാറ്റയും ഇവമോളും പാറൂസും കൂടിയിട്ട് ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ അവിടെ ഇരുന്നിട്ട്. ഭയങ്കര കളിയായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടുമ്പോൾ അതൊരു രസമാണ്. എല്ലാവരും ഡെയിലി കൂടും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, എല്ലാവരും കൂടുമ്പോൾ ഞങ്ങൾക്ക് ഡെയിലി ഇത് ഞങ്ങൾ ഇങ്ങനെ രാത്രി കൂടുമ്പോഴൊക്കെ അത് ഭയങ്കര ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. കാരണം സന്തോഷം ഉപരി നമ്മുടെ മനസ്സിലുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ എല്ലാം മറക്കാൻ പറ്റുന്നുണ്ട് ഇവരുണ്ടാവുമ്പോൾ തന്നെ, ഇവരടുത്തുണ്ടാവുമ്പോൾ തന്നെ. അങ്ങനെ ഞങ്ങൾ ഫ്ലാറ്റിൻ്റെ പുറത്ത് വന്നിട്ട് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു കേട്ടോ. ഈ സംസാരം എന്ന് പറയുന്നത് ഞങ്ങൾക്കുള്ള ആ ഒരു തമാശയും പണ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കുക, അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ സംസാരങ്ങൾ. പിന്നെ ഇവർ ഞങ്ങളിങ്ങനെ ഫ്ലാറ്റിൻ്റെ പുറത്തൊക്കെ വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. സമയം 2 മണിയായി. എന്നിട്ട് ഞങ്ങളുടെ സംസാരം കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷം ഞങ്ങൾ റീൽ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ഇരുന്നിട്ട്. പിന്നെ പിന്നെ ഇവര് എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു. കുട്ടികളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇക്കയും ദേവേട്ടൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട്. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ റീലൊക്കെ പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് തളർന്ന് ക്ഷീണിച്ചപ്പോൾ ഞങ്ങളിന്ന് വെറുതെ പുറത്ത് പോയിട്ട് എന്തെങ്കിലും നാരങ്ങ സോഡ എന്തെങ്കിലും കുടിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു കാറിലാണ് കയറിയത്. പക്ഷേ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ എടുക്കാൻ മറന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്, ബർത്ത്ഡേ വ്ളോഗ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.